ഞാൻ നുജൂദ് വയസ് 10 വിവാഹമോചിത എന്ന പുസ്തകം എന്നെ ഏറ്റവും ആകർഷിച്ചതും ഞാൻ അത്യധികമായ ആകാംക്ഷയോടെ വായിച്ചു തീർത്തതുമായ ഒരു പുസ്തകമാണ്. 12 അധ്യായങ്ങളുണ്ട്. 3 അധ്യായങ്ങൾ ഞാൻ വായിച്ച് അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്ന് 4ാമത്തെ അധ്യായമാണ് വായിക്കുന്നത്. അല്പം ദൈർഘ്യമുള്ള അധ്യായമാണ്. 22 പേജ് ഉണ്ട്. എന്തായാലും അത് ഒരുമിച്ച് വായിച്ചില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു തുടർച്ച വിട്ടുപോകും. അതുകൊണ്ട് ഞാൻ ഒരു അധ്യായത്തിൽ അവളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണല്ലോ പറയുന്നത്. അപ്പോൾ അത് ഒരുമിച്ച് കേൾക്കണ്ടേ? അതുകൊണ്ട് ഞാനത് എന്തായാലും ഒന്നിച്ചങ്ങ് വായിക്കാം കേട്ടോ. അവളുടെ വിവാഹത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഈ അധ്യായത്തിൽ, 4ാമത്തെ അധ്യായത്തിൽ. ഫെബ്രുവരി 2008. മോനയുടെ കൂടെ ഹെയ്തി അവന്യൂവിൽ നടക്കാനിറങ്ങിയാൽ സമയം പോകുന്നത് അറിയുകയേയില്ല. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കടയുടെ ചില്ലു ജനാലയിൽ ഏറെ നേരം മൂക്കമർത്തി പിടിച്ച് ഞങ്ങൾ അകത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കും. ഞങ്ങളുടെ ഉച്ഛ്വാസവായു തട്ടി ചില്ലിലാകെ നീരാവി പടരും. അപ്പുറത്തായി തൂക്കിയിട്ടിട്ടുള്ള സന്ധ്യാവസ്ത്രങ്ങളുടെ ശേഖരം മങ്ങി കാണാതാവും. പ്ലാസ്റ്റിക് കൊണ്ടുള്ള സ്ത്രീ രൂപത്തെ അണിയിച്ചിട്ടുള്ള വെള്ള വിവാഹ വസ്ത്രം എപ്പോഴും എന്നിൽ കൗതുകമുണർത്തിയിരുന്നു. സുന്ദരിയായ ഒരു കുലീന സ്ത്രീക്ക് പറ്റിയ വേഷം തന്നെ. അടിമുടി കറുപ്പണിഞ്ഞ് തെരുവിൽ കൂടി നടന്നു പോകുന്ന ആ സ്ത്രീകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എന്തൊരു വൈരുദ്ധ്യം! ഇൻഷാ അല്ല, ദൈവം കനിഞ്ഞാൽ ഇതുപോലെ ഒന്ന് നിന്റെ വിവാഹത്തിനണിയാം, മോന എൻ്റെ കാതിൽ മന്ത്രിച്ചു. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുഖം മുഴുവൻ മറയ്ക്കുന്ന നിക്കാബ് അവൾ ധരിച്ചിരുന്നു. ആ കറുത്ത ചട്ടക്കൂടിനുള്ളിൽ നിന്ന് അവളുടെ തിളങ്ങുന്ന കണ്ണുകൾ എന്നെ നോക്കി ചിരിച്ചു. അപൂർവമായേ മോന ചിരിക്കാറുള്ളൂ. സന്തുഷ്ടമായ ഒരു വിവാഹ ജീവിതം നൽകി വിധിയും അവളുടെ നേരെ ചിരി തൂക്കുകയുണ്ടായില്ല. ഇല്ലല്ലോ. വളരെ തിടുക്കത്തിലായിരുന്നു അവളുടെ വിവാഹം. ഒരു നീല ബ്ലൗസ് കൊണ്ട് അവൾക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. ഈ ഒരു കാര്യമല്ലാതെ കല്യാണത്തെക്കുറിച്ച് മറ്റു വിശദാംശങ്ങളൊന്നും അവൾ എന്നോട് പറയാറില്ല. കല്യാണം നടന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ തന്നെയും ഒഴിഞ്ഞു മാറുകയാണ് പതിവ്. അതും വിലക്കപ്പെട്ട ഒരു വിഷയമായി കഴിഞ്ഞിരുന്നു. എങ്ങോട്ടെന്നില്ലാതെ അവളുടെ ഭർത്താവ് പെട്ടെന്ന് അപ്രത്യക്ഷനായതു മുതൽ അദ്ദേഹം യമനിൽ നിന്ന് വളരെ ദൂരെ എവിടെയോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാവാം എന്ന് ഞാൻ സങ്കല്പിച്ചു. ഒറ്റ ചോദ്യം പോലും അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കാതിരിക്കാൻ ഞാൻ എപ്പോഴും പ്രത്യേകം ശ്രദ്ധ വെച്ചു. എപ്പോഴെങ്കിലും ചോദിച്ചു പോയാൽ തന്നെയും മോന മെല്ലെ പറയും, എനിക്കൊന്നും വേണ്ട, മാന്യമായ സ്നേഹമുള്ളൊരു ഭർത്താവിൻ്റെ കൂടെ നീ സന്തോഷമായിരിക്കുന്നത് കണ്ടാൽ മാത്രം മതി. അന്നൊന്നും ഞാൻ വിചാരിച്ചതേയില്ല ഇത്ര പെട്ടെന്ന് എൻ്റെ വിവാഹ ദിവസവും വന്നെത്തുമെന്ന്. എന്തായാലും വിവാഹം എന്നാൽ എന്താണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയൊന്നും അന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്നാൽ വലിയൊരു ആഘോഷം മാത്രമായിരുന്നു. ധാരാളം സമ്മാനങ്ങൾ, ആഭരണങ്ങൾ, ചോക്ലേറ്റുകൾ, പുതിയ വീട്, പുതിയ ജീവിതം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബന്ധുവീടുകളിലെ ചില ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവാഹങ്ങളിൽ ഞാൻ പങ്കെടുത്തിരുന്നു. പാട്ടും നൃത്തവുമായി നല്ല രസം. നീണ്ട കറുത്ത കോട്ടിന് താഴെ സ്ത്രീകൾ അതിമനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. മുഖവും നന്നായി മൂടി പിടിപ്പിച്ചിരുന്നു. എല്ലാവരും മുടി ഒരുക്കുന്നവരുടെ അരികെ പ്രത്യേകമായി ചെന്നിരുന്ന് ഭംഗിയായി കേശാലങ്കാരം ചെയ്യിച്ചിരുന്നു. ഷാംപൂ കുപ്പികളുടെ പുറത്ത് കാണുന്ന ചിത്രങ്ങൾ പോലെ മുടി കോതിക്കെട്ടി ചിത്രശലഭങ്ങളുടെ സ്ലൈഡുകൾ കുത്തി പെൺകുട്ടികൾ ശൃംഗാരഭാവത്തോടെ നടന്നിരുന്നു. ഇങ്ങനെയുള്ള വിരുന്നു സൽക്കാരങ്ങളിൽ പങ്കെടുക്കുക എനിക്ക് വലിയ രസമായിരുന്നു. വധുവിൻ്റെ കൈകളിൽ വരച്ചു ചേർത്തിട്ടുള്ള മൈലാഞ്ചി ചിത്രങ്ങൾ എന്തു ഭംഗിയായിരുന്നു! വിടർന്ന പൂക്കൾ പോലെ. ഒരു ദിവസം ഇതുപോലെ ഞാനും എൻ്റെ കയ്യിൽ മൈലാഞ്ചി അണിയും. ഞാനും മോഹിച്ചിരുന്നു. നമ്മൾ അങ്ങനെയാണല്ലേ, വളരെ ചെറിയ പ്രായത്തിൽ നമുക്ക് ഈ നവവധൂവരന്മാരെ കാണുന്നതും അല്ലെങ്കിൽ നമ്മൾ പങ്കെടുക്കുന്ന വിവാഹ ആഘോഷങ്ങളുടെ ആ ഒരു ആഘോഷത്തിമിർപ്പും ആഹ്ലാദ ആരവങ്ങളും മാത്രമാണ്, ചമയങ്ങളുമൊക്കെ മാത്രമാണ് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുക. അപ്പോൾ വിവാഹത്തെക്കുറിച്ചുള്ള ഒരു സ്വപ്നം എന്ന് പറയുമ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ നമ്മൾ അങ്ങനെയാണ് സങ്കല്പിക്കുക. കുറേ ആഭരണം ധരിക്കാൻ പറ്റും, നല്ല സാരി അണിയാൻ പറ്റും, കുറേ ആഘോഷങ്ങളുണ്ട്, വിരുന്നുണ്ട്. അപ്പോൾ മറുവശങ്ങളൊന്നും നമ്മൾ ചിന്തിക്കാറില്ലല്ലോ, നമുക്ക് അറിയുകയുമില്ലല്ലോ. ആ വാർത്ത എവിടെ നിന്ന് എന്നില്ലാതെ പൊട്ടി വീഴുകയാണ് ഉണ്ടായത്. പെട്ടെന്നൊരു ദിവസം ഈ എൻ്റെ ഊഴമായി എന്ന് അബ്ബ പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ എനിക്ക് കാര്യം മനസ്സിലായില്ല. ആ വാർത്ത, ഏത് വാർത്ത? 2ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തിൽ എന്താണ് സംഭവിച്ചത്? ബാപ്പ അവളോട് പറയുകയാണ്, ഇന്ന് നിന്റെ വിവാഹമാണ് എന്ന്. അങ്ങനെയാണ് 2ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ വാർത്ത എവിടെ നിന്ന് എന്നില്ലാതെ പൊട്ടി വീഴുകയാണ് ഉണ്ടായത്.
പെട്ടെന്നൊരു ദിവസം ഈ എൻ്റെ ഊഴമായി എന്ന് അബ്ബ പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ എനിക്ക് കാര്യം മനസ്സിലായില്ല. ആദ്യം തോന്നിയത് രക്ഷപ്പെടുവാനുള്ള നല്ലൊരു പഴുതാണല്ലോ വിവാഹം എന്നാണ്. ഈ കുടുംബത്തിലെ ദാരിദ്ര്യത്തിൽ നിന്നും കുറേ അംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ കഷ്ടതകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാമെന്നാണ് അവൾ വിചാരിച്ചത്. കാരണം വീട്ടിലെ ജീവിതം അത്രയും ദുസ്സഹമായിരുന്നു. അന്ന് തെരുവ് തൂപ്പുകാരൻ്റെ ജോലി നഷ്ടപ്പെട്ടതിനു ശേഷം വേറെ മുഴുവൻ സമയം ചെയ്യേണ്ട വേലയൊന്നും അബ്ബയ്ക്ക് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് കൃത്യസമയത്ത് വാടക കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ് ഉടമസ്ഥൻ സദാ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ചെലവ് കുറയ്ക്കാൻ വേണ്ടി ഉമ്മ ചോറും പച്ചക്കറിയും അല്ലാതെ വേറൊന്നും പാകം ചെയ്യാതായി. വീട്ടുജോലികളിൽ സഹായിക്കാനായി ഉമ്മ എന്നെ ശീലിപ്പിച്ചു തുടങ്ങിയിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾ ഷാഫൌത്ത് എന്ന റൊട്ടി ചുടും. തൈരും വെളുത്തുള്ളിയും സവാളയും മറ്റും ചേർത്തുണ്ടാക്കുന്ന പരന്ന വട്ടത്തിലുള്ള ഒരു പലഹാരം. തേൻ ചേർത്ത് പാകം ചെയ്യുന്ന ബിൻഡ് അൽ ഷാൻ എന്ന മധുര പലഹാരവും വല്ലപ്പോഴും ഒരിക്കൽ ഉമ്മ ഉണ്ടാക്കുമായിരുന്നു. ബാപ്പ അല്പം കൂടുതൽ പണം കൊണ്ടുവന്ന ദിവസം ഉമ്മ ആൺകുട്ടികളിൽ ഒരാളെ അങ്ങാടിയിലേക്ക് അയക്കും, കോഴിയെ വാങ്ങിക്കൊണ്ടുവരാൻ. മുസ്ലിമുകൾക്ക് പ്രധാനപ്പെട്ട വെള്ളിയാഴ്ചകളിലാണ് ഉമ്മ സാധാരണ കോഴി പാകം ചെയ്യാറ്. മാട്ടിറച്ചി ആലോചിക്കുകയേ വേണ്ട, അത്രയ്ക്കും വില കൂടിയതായിരുന്നു. ഒരിക്കൽ ബന്ധുക്കളിൽ ചിലർ ഈദ് ആഘോഷിക്കാനായി ഞങ്ങളെ ഒരു ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആദ്യമായി അന്നാണ് ഞാൻ ഹോട്ടലിൽ ആഹാരം കഴിച്ചത്. അന്ന് ഞാൻ ഫട്ട മാട്ടിറച്ചി കൊണ്ടുള്ള ഹിസ്റ്റ്യൂ കഴിച്ചു. അതിൽ പിന്നെ ദിവസങ്ങൾ എത്രയായി ഞാൻ ഫട്ട കഴിച്ചിട്ടേയില്ല. അന്ന് ഹോട്ടലിൽ വെച്ച് അമേരിക്കൻ പാനീയമായ പെപ്സി കഴിക്കാനും അബു അനുവാദം തന്നു. ആഹാരം കഴിച്ചിറങ്ങുമ്പോൾ ഹോട്ടലിലെ പരിചാരകർ മുതിർന്നവരുടെയൊക്കെ കൈകളിൽ ഏതോ സുഗന്ധദ്രവ്യം പൂശി. കൂടെ എൻ്റെ കയ്യിലും ഒരാൾ സെൻറ്റ് പൂശി തന്നു. എന്തു മണമായിരുന്നു അതിന്! പരന്ന റൊട്ടികൾ ചുടാനും ഉമ്മ എന്നെ ശീലിപ്പിച്ചിരുന്നു. ഞാൻ റൊട്ടിക്കുള്ള മാവ് കുഴയ്ക്കും. ആ സമയം കൊണ്ട് ഉമ്മ അടുപ്പ് കത്തിക്കും. ഞാൻ കുഴച്ചു വെച്ച മാവ് ചന്ദ്രൻ്റെ പോലെ ഒന്ന് വട്ടത്തിൽ ഉമ്മ പരത്തിയെടുക്കും. പിന്നെ തണ്ടൂറിൻ്റെ ഉൾഭിത്തിയിൽ ചുടാനായി അമർത്തി പതിച്ചു വെക്കും. ഒരു ദിവസം ഉമ്മ തൻ്റെ പ്രിയപ്പെട്ട തണ്ടൂർ കരിഞ്ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് പണമാക്കി. പഴ്സ് ഒഴിഞ്ഞു തുടങ്ങുമ്പോഴൊക്കെ ഉമ്മ ഇങ്ങനെ ചിലത് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ സാമാനങ്ങളിൽ ചിലത് വിറ്റ് കാര്യം നടത്തുക. ഏതായാലും ബാപ്പയെ ആശ്രയിച്ച് ജീവിക്കുക എന്ന പഴയ രീതി ഉമ്മ ക്രമേണ ഉപേക്ഷിക്കുകയായിരുന്നു. പതുക്കെ പതുക്കെ അങ്ങനെ ഒരു ദിവസവും വന്നു. ഇനി വിറ്റു കാശാക്കാൻ കാര്യമായി ഒന്നും ബാക്കിയില്ല. കുറേ നാൾ പട്ടിണി കിടക്കേണ്ടി വന്നപ്പോൾ മറ്റു കുട്ടികളെ പോലെ എൻ്റെ സഹോദരന്മാരും തെരുവിലേക്ക് ഇറങ്ങി. ചുവന്ന ട്രാഫിക് ലൈറ്റുകൾ കണ്ട് നിർത്തിയിട്ടിരിക്കുന്ന കാറുകളുടെ ജനാലച്ചില്ലുകൾ മുട്ടി വിളിക്കും. കയ്യിലുള്ള ച്യൂയിങ്കമോ മുഖം തുടയ്ക്കാനുള്ള ടിഷ്യൂവോ അവരെ കൊണ്ട് വാങ്ങിപ്പിച്ച് ചില്ലറ വല്ലതും സമ്പാദിക്കും. മോന പോലും അവരുടെ കൂട്ടത്തിൽ കൂടി. പക്ഷേ അവൾക്ക് വല്ലാത്തൊരു അബദ്ധം പറ്റി. 24 മണിക്കൂറിനുള്ളിൽ പോലീസ് അവളെ തടവിലാക്കി ഒരു ദുർഗുണ പരിഹാര പാഠശാലയിലെത്തിച്ചു. വീട്ടിൽ തിരിച്ചെത്തിയ മോനയ്ക്ക് പലതും പറയാനുണ്ടായിരുന്നു. പല പുരുഷന്മാരോടൊപ്പം ഒരേ സമയം കഴിഞ്ഞുകൂടുന്ന ചില സ്ത്രീകളോടൊപ്പമായിരുന്നു അത്രേ അവൾ. അവിടുത്തെ സ്ത്രീ പാറാവുകാരികൾ അവരുടെയൊക്കെ തലമുടി പിടിച്ച് വലിച്ച് വേദനിപ്പിക്കുമായിരുന്നു. ആദ്യത്തെ ഭയമൊന്ന് നീങ്ങിക്കിട്ടിയപ്പോൾ പിച്ച തെണ്ടാനായി അവൾ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങി. ഒരിക്കൽ കൂടി പോലീസിന്റെ തൊട്ടുമുമ്പിൽ ചെന്ന് പെടുകയും ചെയ്തു. രണ്ടാമത്തെ തടവ് ശിക്ഷയ്ക്ക് ശേഷം മോന ആ പണി തീർത്തും ഉപേക്ഷിച്ചു. പിന്നീട് അവൾ ഭിക്ഷാടനത്തിന് പുറപ്പെടുകയുണ്ടായില്ല. അതിനുശേഷം ഞങ്ങളുടെ ഊഴമായി. ഹൈഫയും ഞാനും തെരുവിലേക്കിറങ്ങി ഒരു ശ്രമം നടത്തി. കൈകോർത്തു പിടിച്ച് ഞങ്ങൾ നിർത്തിയിട്ടിരിക്കുന്ന കാറുകൾക്കരികിൽ ചെല്ലും. നഖങ്ങൾ കൊണ്ട് ജനാലച്ചില്ലുകളിൽ കോറും. പലപ്പോഴും ഡ്രൈവർമാർ ഞങ്ങളെ തിരിഞ്ഞു നോക്കാറുപോലുമില്ല. എന്തോ ആ പണി എനിക്കൊട്ടും പിടിച്ചില്ല. പക്ഷേ വേറെ എന്താണൊരു വഴി? അധിക ദിവസവും വെറുതെ മെത്തയിൽ മലർന്നു കിടക്കുകയാണ് അബ്ബയുടെ പതിവ്. ചില ദിവസം ആ പതിവൊന്ന് മാറും. മറ്റു പുരുഷന്മാരെ പോലെ നഗരത്തിലെ ഏതെങ്കിലും കവലകളിൽ ചെന്ന് കുന്തിച്ചിരിക്കും. എല്ലാവരും തൊഴിൽ തേടി വന്നിരിക്കുന്നവരാണ്. ആവശ്യക്കാർ വന്ന് ദിവസക്കൂലിക്കായി അവരെ വിളിച്ചുകൊണ്ടു പോകും. കല്ലാശാരിയായോ സിമന്റ് പണി ചെയ്തോ കയ്യാളായോ ഒക്കെ. 1000 റിയാലാണ് ഒരു ദിവസത്തെ കൂലി, ഏതാണ്ട് $5. ഉച്ച കഴിഞ്ഞാൽ കൂട്ടുകാരോടൊപ്പം കാട്ട് തിന്ന് സമയം കഴിക്കുന്ന ശീലം കൂടുതലായി വരികയായിരുന്നു. അങ്ങനെ സ്വന്തം വിഷമങ്ങൾ മറക്കാൻ കഴിയുന്നു എന്നതായിരുന്നു അബ്ബയുടെ അവകാശവാദം. പിന്നെ പിന്നെ ഈ പതിവ് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ചടങ്ങായി മാറി. അവിടത്തുകാരായ മറ്റു കൂലിക്കാരോടൊപ്പം കാലും മടക്കി നിലത്തിരിക്കും. ചെറിയൊരു പ്ലാസ്റ്റിക് സഞ്ചിയിൽ നിന്ന് ഏറ്റവും നല്ല പച്ച ഇലകൾ തിരഞ്ഞെടുക്കും. അത് വായിൽ ഒരു മൂലയിലാക്കി തിരികെ വയ്ക്കും. കയ്യിലെ സഞ്ചി ഒഴിയുന്നതനുസരിച്ച് കവിളുകളും വീർത്തു വീർത്തു വരും. ഒടുവിൽ ഇലകളെല്ലാം കൂടി ഒരു ഉണ്ടയായി വായിൽ കിടക്കും. പിന്നെ മണിക്കൂറുകളോളം അതും ചവച്ചിരിക്കാം.
അങ്ങനെ കാട്ടും ചവച്ച് രസമായി കൂടിയ ഒരു ദിവസം ഏതാണ്ട് 30 വയസ്സ് പ്രായമായ ഒരാൾ അബ്ബയുടെ അരികിൽ വന്നു. നമ്മുടെ രണ്ടു കുടുംബങ്ങളും തമ്മിൽ ബന്ധപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം, അയാൾ പറഞ്ഞു. ഫൈസ് അലി താമർ എന്നായിരുന്നു അയാളുടെ പേര്. ഒരു മോട്ടോർ സൈക്കിൾ ഓടിച്ച് സാമാനങ്ങൾ പല സ്ഥലങ്ങളിലും എത്തിച്ചു കൊടുക്കുന്ന ജോലി. ഞങ്ങളെപ്പോലെ തന്നെ മൂലകുടുംബം ഖഡ്ജിലായിരുന്നു. വിവാഹത്തിന് പറ്റിയ പെൺകുട്ടിയെ അയാൾ അന്വേഷിച്ചു തുടങ്ങിയിരുന്നു. അയാളുടെ വിവാഹാലോചന അബ്ബ ആ നിമിഷം തന്നെ സമ്മതം മൂളി. ചേച്ചിമാരായ ജമീലയുടെയും മോനയുടെയും വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്ത ഊഴം എൻ്റേതാണല്ലോ. വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്കും മനസ്സുകൊണ്ട് അബ്ബ എൻ്റെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ആ തീരുമാനം മാറ്റാൻ ഇനി ഒരാൾക്ക് സാധ്യവുമല്ലായിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ അബ്ബയും മോനയും തമ്മിൽ നടന്ന ഒരു സംഭാഷണം ഞാൻ കേൾക്കാനിടയായി. നുജൂദിന് കല്യാണപ്രായമായിട്ടില്ല. അവൾ തീരെ ചെറുപ്പമാണ്. ദൃഢമായിരുന്നു മോനയുടെ സ്വരം. മോനയ്ക്ക് വിവാഹ ജീവിതത്തിന് ശേഷം കിട്ടിയ ദുരനുഭവം ഉണ്ട് അല്ലേ? അതുകൊണ്ടായിരിക്കാം അവൾ പ്രതികരിച്ചത്. തീരെ ചെറുപ്പമോ? അബ്ബയുടെ ഒച്ച ഉയർന്നു. പ്രവാചകനായ മുഹമ്മദ് നബി ഐഷയെ വിവാഹം കഴിച്ചപ്പോൾ അവൾക്ക് വയസ്സ് 9 ആയിരുന്നുള്ളൂ. ശരിയായിരിക്കാം, പക്ഷേ അത് പ്രവാചകന്റെ കാലത്ത്. ഇപ്പോൾ കാലം മാറിയിരിക്കുന്നു. കാര്യങ്ങൾക്കും വ്യത്യാസമുണ്ട്. കേട്ടോളൂ, അബ്ബ ഉറപ്പിച്ചു പറഞ്ഞു. അവളെ രക്ഷിക്കാൻ ഏറ്റവും നല്ല വഴി ഇതാണ്. എന്ന് വെച്ചാൽ നിനക്ക് നല്ലവണ്ണം അറിയാമല്ലോ ജമീലയ്ക്കും നിനക്കുമുണ്ടായ പ്രശ്നങ്ങൾ. അവളുടെ കാര്യത്തിൽ ഒഴിവാക്കാനാകും. ഏതെങ്കിലും ഒരു അന്യപുരുഷൻ വന്ന് അവളെ ബലാത്സംഗം ചെയ്യില്ല. അങ്ങനെ അപകീർത്തിക്ക് ഇരയാകേണ്ടി വരില്ല. ഈ മനുഷ്യൻ മര്യാദക്കാരനാണെന്ന് തോന്നി. മറ്റൊന്നുമില്ലെങ്കിലും ഈ പ്രദേശത്തെ എല്ലാവർക്കും അയാളെ അറിയുകയും ചെയ്യാം. കുറച്ചുകൂടി പ്രായമാകുന്നതുവരെ അവളെ താൻ തൊടില്ലെന്ന് അയാൾ വാക്കു തന്നിട്ടുമുണ്ട്. എന്തായാലും ഞാൻ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. കുടുംബം മുഴുവൻ തീറ്റിപ്പോറ്റാനുള്ള വക എനിക്കില്ല എന്നറിയാമല്ലോ. ഇത് നടക്കുകയാണെങ്കിൽ ഒരു വായ കുറഞ്ഞു കിട്ടും, അത്ര തന്നെ. ഞങ്ങളുടെ ഉമ്മ ഒരക്ഷരം ഉരിയാടിയില്ല. ആ മുഖത്ത് ദുഃഖമുണ്ടായിരുന്നു. വിധി പോലെ വരട്ടെ എന്ന വിധേയത്വവും. സാധാരണ യമനി സ്ത്രീകളുടേതുപോലെ വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു അവരുടേതും. അതുകൊണ്ട് അവർക്കും അറിയാവുന്ന കാര്യം, ഞങ്ങളുടെ നാട്ടിൽ എപ്പോഴും തീരുമാനങ്ങൾ പുരുഷൻ്റേതാണ്. അനുസരിക്കുക മാത്രമേ സ്ത്രീകൾക്ക് ചെയ്യാനാകൂ. എനിക്ക് വേണ്ടി വാദിച്ചാൽ തന്നെയും അതൊന്നും ഫലിക്കുകയില്ല. വെറുതെ കുറേ സമയം കളയാമെന്ന് മാത്രം. അബ്ബയുടെ വാക്കുകൾ പിന്നെയും മനസ്സിൽ വന്നു വീണു. ഒരു വായ കുറയുമല്ലോ. അബ്ബയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്ഥാനം അത്രയേ ഉള്ളൂ. വെറും ഒരു ഭാരം. ആ ഭാരം ഒഴിവാക്കാൻ കയ്യിൽ കിട്ടിയ ആദ്യ അവസരം തന്നെ പ്രയോജനപ്പെടുത്തുകയാണ്. അബ്ബ സങ്കല്പിക്കുന്നത് പോലെയുള്ള എല്ലാം തികഞ്ഞ നല്ലൊരു കുട്ടിയല്ല ഞാൻ, എനിക്കറിയാം. എന്നാലും കുട്ടികളല്ലേ, കുറച്ചൊക്കെ കുറുമ്പ് അവർ കാട്ടാതിരിക്കുമോ? അബ്ബയുടെ ദോഷങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. കാട്ടിൻ്റെ ആ വൃത്തികെട്ട നാറ്റം. ഞങ്ങൾ തെരുവിലിറങ്ങി പിച്ച തെണ്ടി 2-4 തുണ്ട് റൊട്ടി സമ്പാദിക്കണം എന്ന നിർബന്ധം. നിനക്കും ജമീലയ്ക്കുമുണ്ടായ അതേ പ്രശ്നം എന്നാണ് അബ്ബ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഒരു കാര്യം മാത്രമേ എനിക്കറിയൂ. ആഴ്ചകൾ ഒന്നൊന്നായി കടന്നു പോകുന്നു. ജമീല ഇനിയും തിരിച്ചു വന്നിട്ടില്ല. മോനയുടെ ഭർത്താവിനെ പോലെ ഓർക്കാപ്പുറത്തൊരു ദിവസം അവളെയും കാണാതായിരിക്കുന്നു. അവളെ കാണാതായിട്ട് നാളെ എത്ര കഴിഞ്ഞു? ദിവസങ്ങൾ ഞാനിപ്പോൾ എണ്ണാതായിരിക്കുന്നു. ജമീല ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വീട്ടിൽ വന്ന് കാണുമായിരുന്നു. പിന്നെ പെട്ടെന്ന് അവൾ തീർത്തും അപ്രത്യക്ഷയായി. എനിക്ക് ജമീലയെ വളരെ ഇഷ്ടമായിരുന്നു. ചിലപ്പോഴൊക്കെ അവൾ എനിക്ക് മധുര പലഹാരങ്ങൾ കൊണ്ടുവന്ന് തരുമായിരുന്നു. അവൾ ലജ്ജാശീലയായിരുന്നു. അധികം സംസാരിക്കാറുമില്ല. പക്ഷേ എല്ലാവരോടും അവൾക്ക് സ്നേഹവും പരിഗണനയും ഉണ്ടായിരുന്നു. ആരെന്തു ചോദിച്ചാലും കൊടുക്കാൻ അവൾ തയ്യാറായിരുന്നു. മോനയുടെ ഭർത്താവും ഒരു കാരണവുമില്ലാതെ അന്നു കാണാതായതിൽ പിന്നെ മടങ്ങി വന്നിട്ടില്ല. എവിടേക്കായിരിക്കും അദ്ദേഹം പോയിരിക്കുക? മുതിർന്ന ആളുകളും അവരുടെ പെരുമാറ്റ രീതികളും എനിക്കൊരിക്കലും പിടികിട്ടാത്ത വിഷയങ്ങളാണ്. സ്വന്തം മകനെ കാണാതായതിനു ശേഷം മോനയുടെ അമ്മായിയമ്മ അവകാശവാദവുമായി കയറി വന്നു. അവരുടെ പേരക്കുട്ടികളെ അവർക്ക് തിരിച്ചു കിട്ടണം. മുനീറയ്ക്ക് 3 വയസ്സായിരുന്നു പ്രായം. നാസറിന് 18 മാസവും. പിടയുന്ന നെഞ്ചുമായി മോന ഒരു പെൺപുലിയെ പോലെ പൊരുതി, കുട്ടികളെ വിട്ടുകൊടുക്കാതിരിക്കാൻ. അവളുടെ പിടിവാശി ഭാഗികമായി ജയം നേടിക്കൊടുത്തു എന്ന് പറയാം. കുഞ്ഞിന് മുല കൊടുക്കാതെ വയ്യ എന്ന് വാശി പിടിച്ച് അവൾ നാസറിനെ വിടാതെ പിടിച്ചു. അവൻ കൈവിട്ടു പോകുമല്ലോ എന്ന ആധിയാണ് മോനയ്ക്കെപ്പോഴും. കുഞ്ഞിനെ അവൾ സദാ കൺവെട്ടത്തു തന്നെ സൂക്ഷിച്ചു. അവൻ എപ്പോഴെങ്കിലും കുറച്ച് ദൂരത്തേക്കെങ്ങാനും മാറിപ്പോയാൽ ഉടനെ അവൾ ഓടിച്ചെന്ന് കൈപിടിച്ച് വലിച്ചു കൊണ്ടുവരും. അതീവ ഭദ്രമായി സൂക്ഷിക്കേണ്ട അമൂല്യമായൊരു നിധിയാണ് ആ കുഞ്ഞ് എന്ന ഭാവം.
എൻ്റെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തിടുക്കത്തിൽ നടന്നു തുടങ്ങി. എൻ്റെ ഭാവി വരൻ്റെ വീട്ടുകാർ ഒരു കാര്യം നിശ്ചയിച്ചു. വിവാഹത്തിന് 1 മാസം മുമ്പായി ഞാൻ സ്കൂൾ പഠിത്തം അവസാനിപ്പിക്കണം. അത് കേട്ടപ്പോഴാണ് വരാൻ പോകുന്ന ദുരന്തത്തിൻ്റെ കടുപ്പം ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. മാലക്കിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞു. തീർച്ചയായും ഞാൻ തിരിച്ചു വരും, താമസിയാതെ. എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെൻ്റെ കാതിൽ മെല്ലെ പറഞ്ഞു, എന്നിട്ട് ഒരു ദിവസം ഒരുമിച്ച് നമുക്ക് കടൽ തീരത്തേക്ക് പോകണം. അതിൽ പിന്നെ ഒരിക്കലും ഞാൻ അവളെ കണ്ടിട്ടില്ല. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപികമാരായ സാമിയായോടും സമീറയോടും ഞാൻ യാത്ര പറഞ്ഞു. ഇടത്തുനിന്ന് വലത്തോട്ട് അറബി ഭാഷയിൽ എൻ്റെ പേര് ആദ്യമായി എന്നെ എഴുതാൻ പഠിപ്പിച്ചത് അവരാണ്. നൂനിൻ്റെ വളവ്, ജീമിൻ്റെ ചെരിവ്, വവ്വിൻ്റെ ചുറ്റ്, ഡെല്ലിൻ്റെ പടികൾ, നുജൂദ്, അവരോട് ഞാൻ എത്രയെത്ര കടപ്പെട്ടിരിക്കുന്നു. ഗണിതവും ഖുർആൻ പഠനവുമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ. ഇസ്ലാമിൻ്റെ 5 തൂണുകൾ ഞങ്ങൾ ക്ലാസ്സിൽ വെച്ച് ഹൃദിസ്ഥമാക്കിയിരുന്നു. ഷഹാദ എന്ന ഇസ്ലാം മതതത്വങ്ങൾ, നേർവഴി കാട്ടിത്തരാനുള്ള പ്രാർത്ഥനകൾ അടങ്ങിയ സലാത്ത്, മക്കയിലേക്കുള്ള തീർത്ഥയാത്രയെക്കുറിച്ച് വിശദമാക്കുന്ന ഹജ്ജ്, ദരിദ്രർക്കുള്ള ദാനത്തെ പരാമർശിക്കുന്ന സക്കാത്ത്, പിന്നെ റമദാനും. തികച്ചും 1 മാസം നീണ്ടു നിൽക്കുന്ന നോയമ്പുകാലമാണത്. നേരം പുലർന്ന് സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയത്തിനിടയിൽ മുസ്ലിമുകൾ എന്തെങ്കിലുമെന്ന് കുടിക്കുകയോ കഴിക്കുകയോ ഇല്ല. എൻ്റെ സഹപാഠികളും ഞാനും സാമിയ ടീച്ചർക്ക് വാക്കുകൊടുത്തിരുന്നു, വലുതായാൽ ഞങ്ങളും മുതിർന്നവരെ പോലെ റമദാൻ വ്രതം അനുഷ്ഠിക്കുമെന്ന്. എല്ലാ വിഷയങ്ങളിലും വെച്ച് ചിത്രരചനയോടായിരുന്നു എനിക്ക് ഏറ്റവും ആഭിമുഖ്യം. നിറമുള്ള പെൻസിലുകൾ ഉപയോഗിച്ച് ഞാൻ പൂക്കളും പഴങ്ങളും വരച്ചിരുന്നു. നീലനിറത്തിലുള്ള മേൽക്കൂരയും ചുവന്ന ചിമ്മിനിയും പച്ച നിറത്തിലുള്ള ജനാലകളുമുള്ള മനോഹരമായ വീടുകൾ വരച്ചിരുന്നു. പണക്കാരുടെ വീടിനു മുമ്പിൽ പാറാവുകാർ കാവൽ നിൽക്കുന്ന പതിവുണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ വീടുകളുടെ പടിവാതിൽക്കലായി കാവൽക്കാരെയും ഞാൻ വരച്ചു വെക്കുമായിരുന്നു. വീടിന് ചുറ്റുമുള്ള തോട്ടത്തിൽ ധാരാളം ഫലവൃക്ഷങ്ങളും മുറ്റത്തിന് നടുവിലായി ചന്തമുള്ള ഒരു കൊച്ചുകുളവും വരച്ചു ചേർക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചു. ഇടവേളകളിൽ കൊച്ചു കൊച്ചു പാട്ടുകൾ പാടിയും ഒളിച്ചു കളിച്ചും ഞങ്ങൾ രസകരമായി സമയം ചെലവഴിച്ചു. സ്കൂൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു, അഭയസ്ഥാനമായിരുന്നു, എൻ്റേതു മാത്രമായ സന്തോഷത്തിൻ്റെ ഉറവിടമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏതാനും വാര അകലെയുള്ളൊരു വീട്ടിൽ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടായിരുന്നു. ആരുമറിയാതെ ഇടയ്ക്ക് ആ വീട്ടിലേക്കുള്ള പോക്കും എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. അനിയത്തി ഹൈഫയും ഞാനും തരം കിട്ടുമ്പോഴൊക്കെ അവിടെ ചെന്നിരുന്ന് പാട്ടുകൾ കേൾക്കുക പതിവായിരുന്നു. ഹൈഫ വെബിയും നാൻസി അജ്രമും പാടുന്ന പാട്ടുകൾ. 2 പേരും ലെബനനിൽ നിന്നുള്ള ഗായികമാരായിരുന്നു. നീണ്ട മുടിയുള്ള സുന്ദരിമാരായ യുവതികൾ, അഴകുള്ള കണ്ണുകൾ, വടിവത്ത മൂക്ക്, മുഖം മോടിയിൽ മിനുക്കിയിരുന്നു. അവരെ അനുകരിച്ച് കണ്ണിമകൾ വെട്ടിക്കലും അരക്കെട്ട് കറക്കലും ഞങ്ങൾക്ക് ഏറെ രസമുള്ള കാര്യങ്ങളായിരുന്നു. യമൻകാരിയായ ജമീല സാദ് എന്ന ഗായികയെയും ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. അവർ ശരിക്കും ഒരു താരം തന്നെയായിരുന്നു. അവരുടെ പ്രണയഗാനങ്ങളിൽ ഒന്നിൽ ജമീല പാടിയിരുന്നു, നീയാണ് ഏറ്റവും സുന്ദരി എന്ന് നീ വിചാരിക്കുന്നു. ഞങ്ങളുടെ ഈ അയൽക്കാരുടെ വീട്ടിൽ ടെലിവിഷനും ഉണ്ടായിരുന്നു. ആ ചുറ്റുവട്ടത്ത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ അതിനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നുള്ളൂ. ടോമും ജെറിയും കണ്ടിരിക്കുക എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. നല്ല രസമുള്ള കാർട്ടൂൺ ചിത്രം. അഡ്നായും ലീനയുമായിരുന്നു എനിക്ക് പ്രിയപ്പെട്ട വേറൊരു പരിപാടി. അകലെ ഏതോ ഒരു ദ്വീപിൽ അവിചാരിതമായി കണ്ടുമുട്ടിയ 2 ചങ്ങാതിമാരുടെ കഥയായിരുന്നു അത്. അവർ ജപ്പാൻകാരായിരുന്നുവെന്ന് തോന്നുന്നു, അതോ ചൈനക്കാരോ. ഞങ്ങളെപ്പോലെ ശുദ്ധമായ അറബി ഭാഷയാണ് അവർ സംസാരിച്ചിരുന്നത്. അതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. ധൈര്യശാലിയായ ഒരു ആൺകുട്ടിയായിരുന്നു അഡ്നാൻ. എപ്പോഴും ലീനയെ സഹായിക്കാൻ തയ്യാർ. എത്ര തവണയാണ് അവൻ അവളെ ദുഷ്ടക്കൂട്ടങ്ങളിൽ നിന്ന് രക്ഷിച്ചത്. അവളെ തട്ടിക്കൊണ്ടുപോകാൻ ആവർത്തിച്ച് ശ്രമിച്ചിരുന്ന ഒരു കൂട്ടം പേർ. ലീന ഭാഗ്യവതി തന്നെ. എനിക്ക് അവളോട് വല്ലാത്ത അസൂയ തോന്നിയിരുന്നു. അഡ്നാനെ കാണുമ്പോൾ ഞാൻ ഐമനെ ഓർക്കും. അൽക്കയിൽ തന്നെയുള്ള ഒരു ആൺകുട്ടി. ഒരു കാലത്തും ഞാൻ അവനെ മറക്കുകയില്ല. ഒരു ദിവസം എൻ്റെ കൂട്ടുകാരികളും ഞാനും കൂടി തെരുവിൽ കൂടി നടന്നു വരികയായിരുന്നു. അയൽപക്കത്തുള്ള ഒരു ആൺകുട്ടി പെട്ടെന്ന് വന്ന് ഞങ്ങളെ തടഞ്ഞു നിർത്തി. അസഭ്യം പറയാനും നാണം കെടുത്താനും തുടങ്ങി. ഞങ്ങളുടെ പേടിയും പരിഭ്രമവും അവന് കൂടുതൽ രസമായി. കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു മായാജാലം പോലെ ഐമാൻ പ്രത്യക്ഷപ്പെട്ടത്. അവൻ ആ താന്തോന്നിയെ വെല്ലുവിളിച്ചു, കടന്നുപോയിക്കോ അല്ലെങ്കിൽ ഞാൻ നിന്റെ മുഖത്തേക്ക് കല്ലെറിയും. ഐമാന്റെ ഭീഷണി. ആ തെമ്മാടി പതുക്കെ പിൻവാങ്ങി. ഞങ്ങൾക്കുണ്ടായ ആശ്വാസം പറയാൻ വയ്യ. അങ്ങനെ ഒരിക്കൽ മാത്രമേ ആരെങ്കിലും ഒരാൾ എൻ്റെ രക്ഷയ്ക്കായി വന്നിട്ടുള്ളൂ.
ഏതായാലും അന്നു മുതൽ ഐമൻ എൻ്റെ സങ്കല്പത്തിലെ ധീരയോദ്ധാവായി. ഞാൻ എന്നോട് തന്നെ പറയുകയുണ്ടായി, ഭാഗ്യമുണ്ടെങ്കിൽ വലുതായാൽ ഇതുപോലെ ഒരാൾ ഭർത്താവായി വരും. വിവാഹ ദിവസം എൻ്റെ ബന്ധുക്കളായ സ്ത്രീകൾ എന്നെ കണ്ടിട്ട് കുരവയിടാനും കൈകൊട്ടാനും തുടങ്ങി. പക്ഷെ എനിക്ക് ഒരാളുടെയും മുഖം വ്യക്തമായി കാണാനായില്ല. കണ്ണുകൾ നിറയെ കണ്ണീരായിരുന്നു. താഴെ വീഴാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ മെല്ലെ മുമ്പോട്ട് അടിവെച്ചു. എന്നേക്കാൾ നീളമുള്ളൊരു പാവാട നിലത്തിഴഞ്ഞു കിടന്നിരുന്നു. നിറം മങ്ങിയ ചോക്ലേറ്റ് നിറമുള്ള ഒരു മേൽക്കുപ്പായമാണ് ഞാൻ ധരിച്ചിരുന്നത്. എൻ്റെ ഭാവി ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യയുടേതായിരുന്നു അത്. ആരോ എന്നെ തിടുക്കത്തിൽ വസ്ത്രം ധരിപ്പിച്ചിരുന്നു. കഴുത്തിന് പിന്നിലായി മറ്റൊരു ബന്ധു എൻ്റെ മുടി കെട്ടിവെച്ചു. അതൊരു ഭാരമായി പുറകിൽ തൂങ്ങിക്കിടന്നു. കണ്ണിൽ ഞാൻ മഷി എഴുതുകയുണ്ടായില്ല. ഒരു ചെറിയ കണ്ണാടിയിൽ ഞാൻ എൻ്റെ മുഖം കണ്ടു. ഉരുണ്ട കവിളുകൾ, ഇളം ചുക്കപ്പാർന്ന ചുണ്ടുകൾ, തവിട്ടു നിറത്തിൽ ബദാം പരിപ്പുകൾ പോലെയുള്ള കണ്ണുകൾ. എന്തു മിനുസമാണ് എൻ്റെ പുരികങ്ങൾക്ക്! ശ്രമിച്ചു നോക്കിയിട്ടും മുഖത്ത് ഒറ്റ ചുളിവ് പോലും വരുന്നില്ല. ശരി തന്നെ, ഞാൻ അത്രയ്ക്കും ചെറുപ്പമാണ്. വിവാഹാലോചന തുടങ്ങിയിട്ട് 2 ആഴ്ച ആകുന്നതേ ഉള്ളൂ. നാട്ടുനടപ്പനുസരിച്ച് സ്ത്രീകൾ എൻ്റെ വിവാഹം ആഘോഷിച്ചു. അച്ഛനമ്മമാർ താമസിക്കുന്ന ഒരു കൊച്ചു വീട്ടിൽ. അതേസമയം പുരുഷന്മാരെല്ലാം എൻ്റെ ഒരു അമ്മാവൻ്റെ വീട്ടിൽ ഒത്തുചേർന്നു. അവിടെ ഇരുന്ന് കാട്ട് ചവയ്ക്കാൻ തുടങ്ങി. 2 ദിവസം മുമ്പാണ് വിവാഹക്കരാർ ഒപ്പുവെച്ചത്. അപ്പോഴും പുരുഷന്മാർ മാത്രം. അടഞ്ഞ വാതിലിന് പുറകിൽ എന്നെ കൂടാതെയായിരുന്നു ചടങ്ങുകളെല്ലാം തന്നെ. മാത്രമല്ല, ഉമ്മയോ സഹോദരിമാരോ അതിൽ പങ്കുചേർന്നിരുന്നുമില്ല. അവിടെ നടക്കുന്നത് എന്താണ് എന്ന് അറിയുവാനുള്ള അവകാശവും എനിക്കുണ്ടായിരുന്നില്ല. ഉച്ചതിരിഞ്ഞതിൽ പിന്നെ എൻ്റെ അനിയന്മാരാണ് വിവരങ്ങളെല്ലാം പറഞ്ഞു തന്നത്. അപ്പയും അമ്മാവനും എൻ്റെ ഭാവി വരനും അദ്ദേഹത്തിൻ്റെ അച്ഛനും സഹോദരനും. ഞങ്ങളുടെ ഗോത്രത്തിലെ പരമ്പരാഗതമായ ചിട്ടവട്ടങ്ങൾക്ക് അനുസരിച്ചു തന്നെയാണ് ചടങ്ങുകളെല്ലാം നടന്നതെന്ന് പിന്നീട് ഞങ്ങൾ അറിഞ്ഞു. അച്ഛൻ്റെ സഹോദരിയുടെ ഭർത്താവിന് മാത്രമേ കൂട്ടത്തിൽ എഴുത്തും വായനയും വശമായിരുന്നുള്ളൂ. അദ്ദേഹമാണ് വിവാഹ കരാർ ക്രമപ്രകാരം എഴുതി ഉണ്ടാക്കിയത്. സ്ത്രീധനം 1.5 ലക്ഷം റിയാൽ എന്ന് തീരുമാനിക്കപ്പെട്ടു. അതായത് $750 അമേരിക്കൻ. പരിഭ്രമിക്കാനൊന്നുമില്ല. അന്ന് രാത്രി ഉമ്മയുടെ കാതിൽ അബ്ബ അടക്കം പറയുന്നത് കേട്ടു. അവർ അവനെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട്. നുജൂദ് ഋതുമതിയായതിനു ശേഷം 1 വർഷം കഴിഞ്ഞിട്ടേ അവൻ അവളെ തൊടാൻ പാടുള്ളൂ. ഞാൻ അറിയാതെ ഞെട്ടിപ്പോയി. വിവാഹാഘോഷങ്ങൾ തുടങ്ങിയത് ഉച്ചഭക്ഷണത്തോടെയാണ്. വേഗം അവസാനിക്കുകയും ചെയ്തു. വെളുത്ത വിവാഹ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. കയ്യിൽ പൂക്കളോ മൈലാഞ്ചിയോ അണിഞ്ഞിരുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തേങ്ങാമിഠായി ഉണ്ടായിരുന്നില്ല. പഴയ കാലത്തിൻ്റെ മധുര സ്മരണകളാണ് തേങ്ങാമിഠായികൾ. എല്ലാം വേഗം കഴിഞ്ഞു. എന്നാൽ എനിക്ക് തോന്നി ആ ചടങ്ങുകൾ അവസാനിക്കാതെ നീണ്ടുപോവുകയാണെന്ന്. ഞാൻ മുറിയുടെ ഒരു മൂലയിൽ ഇരുന്നതേയുള്ളൂ. മറ്റു സ്ത്രീകളോടൊപ്പം ആടാനും പാടാനും ഒന്നും ഞാൻ കൂടിയില്ല. ജീവിതം അപ്പാടെ മാറി മറിയുകയാണെന്നൊരു തോന്നൽ. അതാകട്ടെ നല്ലതിനല്ല എന്നൊരു ആശങ്കയും. ചെറുപ്പക്കാരിൽ ഇളയവർ ഏതോ വീഡിയോ ചിത്രത്തെ അനുകരിച്ച് ആടി ഉലയാൻ തുടങ്ങി. പൊക്കിൽ കൊടികൾ നഗ്നമാക്കി വട്ടത്തിൽ ചുറ്റി. മുതിർന്നവർ കൈകൾ കോർത്തു പിടിച്ച പഴയ മട്ടിൽ ചുവടുകൾ വെച്ചു. ഗ്രാമങ്ങളിൽ ഇപ്പോഴും കാണാം ഇതുപോലെയുള്ള സംഘനൃത്തങ്ങൾ. പാട്ടും കൊട്ടും നിർത്തുന്ന ഇടവേളകളിൽ അവരെല്ലാവരും അനുമോദനങ്ങളുമായി എൻ്റെ അരികിലെത്തി. ഞാൻ ആചാരപ്രകാരം ഓരോരുത്തരെയും ആലിംഗനം ചെയ്തു. അപ്പോഴും ചിരിക്കുന്നതായി നടിക്കാൻ പോലും എനിക്ക് സാധിച്ചില്ല. പൂമുഖത്തളത്തിൻ്റെ ഒരു കോണിൽ തികച്ചും നിസ്സംഗയായി ഞാനിരുന്നു. കരഞ്ഞു മുഖം ചുകന്നു വീർത്തിരുന്നു. എൻ്റെ വീട്ടുകാരെ വിട്ടുപോകാൻ എനിക്കൊട്ടും മനസ്സുണ്ടായിരുന്നില്ല. ഞാൻ സ്വയം അതിന് തയ്യാറായിരുന്നില്ല. സ്കൂൾ വിട്ടതിൻ്റെ സങ്കടം, മലക്കിൻ്റെ കൂട്ടുപേക്ഷിക്കേണ്ടി വന്നതിൻ്റെ ദുഃഖം അതിലേറെ. വിവാഹാഘോഷങ്ങൾക്കിടയിൽ കൊച്ചനുജത്തിയുടെ മ്ലാനമായ മുഖം ഇടയ്ക്കിടെ ഞാൻ കണ്ടു. അവളെയും വിട്ടുപോകണമല്ലോ. പെട്ടെന്ന് മനസ്സ് ഭയം കൊണ്ട് ആളിക്കത്തി. എൻ്റേതുപോലൊരു വിധിയിലേക്ക് അവളും തള്ളിയിടപ്പെടുമോ? ഈ ദുർവിധി തന്നെ അവളും സഹിക്കേണ്ടി വരുമോ? സന്ധ്യയായതോടെ അതിഥികളെല്ലാം പിരിഞ്ഞുപോയി. വസ്ത്രങ്ങളൊന്നും മാറ്റാതെ ഉറക്കം തൂങ്ങിക്കൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. കൂട്ടിന് ഹൈഫയും. വീട് വെടുപ്പാക്കിയതിനു ശേഷം ഉമ്മയും ഞങ്ങളുടെ കൂടെ വന്നിരുന്നു. പുരുഷന്മാർ മാത്രമുള്ള യോഗം ചേരൽ കഴിഞ്ഞ് അബ്ബ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ഞങ്ങൾ നല്ല ഉറക്കത്തിലായി കഴിഞ്ഞിരുന്നു. അച്ഛനമ്മമാരുടെ വീട്ടിൽ എൻ്റെ അവസാന രാത്രി. ഒരു സ്വപ്നവും എന്നെ തേടി വന്നില്ല. മയങ്ങിയും ഞെട്ടിയുണർന്നും ആ രാത്രി കഴിച്ചുകൂട്ടിയതായി ഓർമ്മയുണ്ട്. ഒരു ദുസ്വപ്നത്തിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുന്നത് പോലെ നാളെ രാവിലെ എനിക്ക് കണ്ണു തുറക്കാനാകുമോ? രാവിലെ 6 മണിയായി. പ്രഭാതരശ്മികളുടെ വെളിച്ചം മുറിയിലാകെ ഒഴുകിപ്പരന്നു. ഉമ്മ എന്നെ ഉണർത്തി.
ഇടുങ്ങിയ ഇടനാഴിയിലേക്ക് കൂടെ കൊണ്ടുപോയി. എന്നും ചെയ്യാറുള്ളതുപോലെ അന്നും ദൈവത്തിന്റെ മുമ്പിൽ തലകുനിച്ചു. ദിവസവും ആദ്യമായി ചൊല്ലേണ്ടുന്ന പ്രാർത്ഥന ഉരുവിട്ടു. ഉമ്മ ഒരു പാത്രം ഫുൾ വിളമ്പിത്തന്നു. ഉള്ളിയും തക്കാളിച്ചാറും ചേർത്തുണ്ടാക്കുന്ന ഒരു പയറുകഞ്ഞി. ഞങ്ങളുടെ സാധാരണ പ്രാതൽ അതാണ്. ഒരു കപ്പ് പാലൊഴിച്ച ചായയും ഉമ്മ എനിക്ക് കുടിക്കാൻ തന്നു. വാതിലിനരികിലായി എൻ്റെ ചെറിയൊരു ഭാണ്ഡക്കെട്ട്. ഞാൻ അത് കണ്ടില്ലെന്നു നടിക്കാൻ ശ്രമിച്ചു. വീടിനു വെളിയിൽ നിന്ന് ഒരു കാറിന്റെ ഹോൺ മുഴങ്ങി. തികച്ചും അനിശ്ചിതമായ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോകുന്നു. മനസ്സ് നിസ്സംഗമാക്കാൻ ഞാൻ സ്വയം ശ്രമിച്ചു. ഉമ്മ എന്നെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. ഒരു കറുത്ത കോട്ടും തട്ടവും അണിയിച്ച് എന്നെ ആകെ മൂടി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പുറത്തു പോകുമ്പോൾ മാത്രം നിറമുള്ള നേരിയ ഒരു തട്ടം ഞാൻ തലയിലിട്ടിരുന്നു. ചിലപ്പോൾ തട്ടമിടാൻ മറക്കുകയും പതിവായിരുന്നു. എന്നാലും ആരും ആ കാര്യം ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ ഇതാ ഉമ്മ എൻ്റെ ഭാണ്ഡക്കെട്ടിലേക്ക് കൈയിട്ട് കറുത്ത ഒരു നിക്കാബ് വലിച്ചെടുത്തു. അവർ അതിൻ്റെ കയ്യിൽ തന്നു. ഈ നിമിഷം വരെ ആരും മുഖം മുഴുവൻ മറയ്ക്കാനായി എന്നെ നിർബന്ധിച്ചിട്ടില്ല. ഇനി മുതൽ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ മുഖം നന്നായി മറയ്ക്കണം. നീ ഇപ്പോൾ വിവാഹിതയാണ്. നിന്റെ ഭർത്താവല്ലാതെ ഇനി ഒരാൾ നിന്റെ മുഖം കാണാൻ ഇടവരരുത്. കാരണം അങ്ങനെ സംഭവിച്ചാൽ നിന്റെ ഭർത്താവിന്റെ മാനമായിരിക്കും അപകടത്തിലാവുക. അദ്ദേഹത്തിന് ഒരിക്കലും നീ കാരണം മാനക്കേടുണ്ടാകരുത്. ഞാൻ തലയാട്ടി. ഉമ്മയോട് സങ്കടത്തോടെ യാത്ര പറഞ്ഞു. എന്നെ കൈവിട്ട് കളഞ്ഞല്ലോ. ഉമ്മയോട് എനിക്ക് ദേഷ്യം തോന്നി. എൻ്റെ സങ്കടം അവരെ അറിയിക്കാൻ എൻ്റെ പക്കൽ വാക്കുകളുണ്ടായിരുന്നില്ല. ഞാൻ തലയാട്ടി. ഉമ്മയോട് സങ്കടത്തോടെ യാത്ര പറഞ്ഞു. എന്നെ കൈവിട്ട് കളഞ്ഞല്ലോ. ഉമ്മയോട് എനിക്ക് ദേഷ്യം തോന്നി. എൻ്റെ സങ്കടം അവരെ അറിയിക്കാൻ എൻ്റെ പക്കൽ വാക്കുകളുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ പടിവാതിൽക്കൽ ഒരു കാർ കാത്തു നിന്നിരുന്നു. അതിനരികിൽ നിന്ന് ഉയരം കുറഞ്ഞ ഒരാൾ എന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. നീളമുള്ള വെളുത്ത ഒരു സന്നയാണ് അയാൾ ധരിച്ചിരുന്നത്. അബ്ബയെ പോലെ അയാൾക്കുമുണ്ടായിരുന്നു മേൽമീശ. നീളം കുറഞ്ഞ ചെമ്പൻ മുടി ചിതറിക്കിടന്നിരുന്നു. കണ്ണുകൾക്ക് തവിട്ടു നിറം. വൃത്തിയായി താടി വടിച്ചിരുന്നുമില്ല. കരിയും മെഴുക്കും കൊണ്ട് കൈകൾ അഴുക്കു പിടിച്ചിരുന്നു. കാണാൻ ഒട്ടും നന്നായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഫൈസ് അലി താമർ. അയാളാണ് എന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടത്. അബ്ബ ആ ആവശ്യം നിറവേറ്റുകയും ചെയ്തിരുന്നു. ഖാർജിൽ വെച്ച് അപരിചിതനായ ഇയാളെ ഒരുപക്ഷെ ഞാൻ കടന്നുപോയിട്ടുണ്ടാകും. കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങൾക്കിടയ്ക്ക് വെറുതെ സന്ദർശനത്തിനായി ഞങ്ങൾ പലതവണ അവിടെ പോയിരുന്നു. എന്നാലും ഇയാളെ ഞാൻ തീരെ ഓർക്കുന്നില്ല. ഡ്രൈവറുടെ നേരെ പിന്നിലായി നടുവിലെ നിരയിലാണ് അവർ എന്നെ ഇരുത്തിയത്. കൂടെ എൻ്റെ ഭർത്തൃ സഹോദരൻ്റെ ഭാര്യയടക്കം 4 സ്ത്രീകളുണ്ടായിരുന്നു. അവരുടെ ചുണ്ടുകളിൽ ബുദ്ധിമുട്ടി വരുത്തിയ ചിരി. ആരും കാര്യമായൊന്നും സംസാരിച്ചില്ല. ഏറ്റവും പിന്നിൽ തൻ്റെ സഹോദരനോടൊപ്പമാണ് ആ അപരിചിതൻ ഇരുന്നത്. എനിക്ക് അല്പം ആശ്വാസം തോന്നി. യാത്രയിലുടനീളം അയാളുടെ മുഖത്തേക്കും നോക്കിയിരിക്കേണ്ടല്ലോ. എന്നാലും അയാളുടെ കണ്ണുകൾ എൻ്റെ ദേഹത്ത് തറച്ചു നിൽക്കുന്നത് പോലെ. അതാലോചിച്ചപ്പോൾ ഞാൻ ആകെ വിറച്ചു. വാസ്തവത്തിൽ ഇയാൾ ആരാണ്? എന്തിനു വേണ്ടിയാണ് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത്? എന്നിൽ നിന്ന് അയാൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? വിവാഹം സത്യത്തിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ എൻ്റെ കയ്യിൽ ഉത്തരമില്ലായിരുന്നു. ഒരു മുരളലോടെ കാർ പുറപ്പെട്ടു. ഡ്രൈവർ വണ്ടി ഓടിച്ചു തുടങ്ങി. എൻ്റെ നെഞ്ച് വല്ലാതെ ഇടിച്ചു. സ്വയം നിയന്ത്രിക്കാൻ എനിക്കായില്ല. കാറിൻ്റെ ചില്ലു ജനലിയിൽ മുഖം അമർത്തിപ്പിടിച്ച് ഞാൻ ഒച്ചയൊതുക്കി കരഞ്ഞുകൊണ്ടിരുന്നു. ഉമ്മയുടെ രൂപം ചെറുതായി വരുന്നത് ഞാൻ കണ്ടു. അവസാനം ഏതോ ഒരു ചെറിയ പൊട്ടായി മാറി. യാത്രയ്ക്കിടയിൽ ഞാൻ ഒറ്റ അക്ഷരം സംസാരിച്ചില്ല. എൻ്റെ സ്വന്തം ചിന്തകളിൽ ഞാൻ മുഴുകിപ്പോയി. മനസ്സിൽ ഒരു വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടെത്തി വീട്ടിലേക്ക് തിരിച്ചു പോകണം, രക്ഷ പ്രാപിക്കണം. കാറ് സനാനയിൽ നിന്ന് വടക്കോട്ട് തിരിഞ്ഞ് അകന്നകന്നുപോയി. ഞാൻ കെണിയിൽപ്പെട്ടിരിക്കുന്നുവെന്ന ബോധം കൂടുതൽ ദൃഢമായി. ആ കറുത്ത നിക്കാബ് വലിച്ചൂരിക്കളയാൻ ഞാൻ എത്ര തവണ മോഹിച്ചു. ശ്വാസം മുട്ടിക്കുന്ന ഒരു മൂടുപടം. ഞാൻ എത്ര ചെറുതാണ്. ഇതിനൊന്നുമുള്ള പ്രായം എനിക്കായിട്ടില്ലല്ലോ. ഈ നിക്കാബ്, അച്ഛനമ്മമാരെ കൂടാതെയുള്ള ഈ ദീർഘയാത്ര, മനം പഠിപ്പിക്കുന്ന ഈ അപരിചിതനോടൊപ്പമുള്ള പുതിയ ജീവിതം. പെട്ടെന്ന് വണ്ടി വഴിയിൽ നിന്നു. പുറകിലത്തെ വാതിൽ തുറക്കൂ. പട്ടാളക്കാരൻ്റെ ഒച്ച കേട്ട് ഞാൻ ഞെട്ടി. കരഞ്ഞു തളർന്ന് അവസാനം ഞാൻ ഉറങ്ങിപ്പോയിരുന്നു. പിന്നീട് എനിക്ക് ഓർമ്മ വന്നു. വടക്കോട്ടുള്ള വഴി നീളെ ഒരുപാട് ചെക്ക് പോസ്റ്റുകളുണ്ട്. ഞങ്ങൾ 1ാമത്തേതിൽ എത്തിയിട്ടേ ഉള്ളൂ. വടക്കൻ യമനിൽ യുദ്ധം നടക്കുന്നത് കൊണ്ടാണത്രേ ഇത്ര കടുത്ത പരിശോധന. യമനി സൈന്യവും ഹൗതി വിപ്ലവകാരികളും തമ്മിലാണ് പോരാട്ടം. ഹൗത്തികൾ ഷിയ സമുദായക്കാരാണെന്നാണ് അബ്ബ പറയുന്നത്. യമനികൾ ബഹുഭൂരിപക്ഷവും സുന്നികളാണ്. തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എനിക്ക് രൂപമില്ല. ഒന്ന് മാത്രമേ എനിക്കറിയൂ. ഞാനൊരു മുസ്ലിമാണ്. 5 നേരവും മുടങ്ങാതെ പ്രാർത്ഥിക്കാറുമുണ്ട്.
കാറിനകത്തേക്ക് ആകപ്പാടി ഒന്ന് കണ്ണോടിച്ച ശേഷം അവർ ഞങ്ങൾക്ക് പോകാൻ അനുമതി നൽകി. ആ നിമിഷം ആ പട്ടാളക്കാരനോട് സഹായം അഭ്യർത്ഥിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, എന്നെ രക്ഷിക്കണേ എന്ന് അപേക്ഷിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. ചുമലിൽ തോക്കുതൂക്കി പച്ച യൂണിഫോമും ധരിച്ചു നിൽക്കുന്ന ആ പട്ടാളക്കാരൻ ക്രമസമാധാനം പാലിക്കാനും പൊതുജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും ബാധ്യസ്ഥനല്ലേ? സനാനിയിൽ നിന്ന് പോകാൻ എനിക്കൊട്ടും മനസ്സില്ലെന്ന് അയാളെ അറിയിക്കാമായിരുന്നു. അകലെയുള്ള ആ ഗ്രാമത്തിൽ വിരസതയും ഏകാന്തതയും അനുഭവിക്കേണ്ടി വരുമെന്ന് ഭയം തോന്നുന്നതായി അയാളോട് പറയാമായിരുന്നു. അവിടെ എനിക്ക് പരിചയമുള്ള ആരും തന്നെ ഇല്ലല്ലോ. വർഷങ്ങൾ എത്രയായി ഞാൻ സനാനയിലെ ജീവിതവുമായി ഇഴുകിച്ചേർന്ന് കഴിഞ്ഞിരുന്നു. തലസ്ഥാന നഗരിയിൽ പുതുതായി പണിതു വരുന്ന കെട്ടിടങ്ങൾ, വീതിയേറിയ നിരത്തുകൾ, സെൽഫോണുകളുടെ വലിയ പരസ്യ ചിത്രങ്ങൾ, വായിലൊഴിക്കുമ്പോൾ മേലെ ഭാഗം കിക്കിളിപ്പെടുത്തുന്ന ഓറഞ്ച് നിറത്തിലുള്ള സോഡ ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അന്തരീക്ഷത്തിലെ മലിനീകരണവും ഗതാഗത കുരുക്കുകളും നിത്യജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരുന്നു. എന്നാലും പഴയ നഗരം ബാബ് അൽ യമൻ, യമനിലേക്കുള്ള പ്രവേശന കവാടം തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. അതിനി കാണില്ലല്ലോ എന്നോർത്തപ്പോൾ വല്ലാതെ സങ്കടം തോന്നി. നഗരത്തിനുള്ളിലെ നഗരമാണ് ശരിക്കും ബാബ് അൽ യമൻ, ഒരു മാന്ത്രിക നഗരം. അവിടെ ചുറ്റിക്കറങ്ങുക എനിക്ക് ഏറെ രസമുള്ള കാര്യമായിരുന്നു. മോനിയുടെയോ ജമീലയുടെയോ കൈപിടിച്ച് വലിയൊരു സഞ്ചാരിയുടെ ഭാവത്തിൽ ഞാൻ ആ തെരുവുകളിലൂടെ അലയും. പുതിയതായി എന്തോ തിരഞ്ഞു കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെന്ന നാട്യത്തിൽ. അത് വേറെ തന്നെ ഒരു ലോകമാണ്. പരമ്പരാഗതമായ രീതിയിൽ പണിത വീടുകൾ, വെള്ള നിറത്തിലുള്ള ലേസ് പിടിപ്പിച്ചതുപോലെ ചിത്രപ്പണികൾ ചെയ്ത ജനലുകൾ. ഇന്ത്യയിൽ നിന്നുള്ള ശില്പികൾ തീർച്ചയായും ഇതുവഴി കടന്നുപോയിട്ടുണ്ടാകണം. ഞാൻ ജനിക്കുന്നതിന് വളരെ വളരെ കാലം മുമ്പ് ബാബ് അൽ യമന് തനതായ അന്തസ്സുറ്റ ഒരു സംസ്കാരമുണ്ട്. പണ്ട് ഇവിടെ താമസിച്ചിരുന്ന ഒരു രാജാവിനെയും റാണിയെയും കുറിച്ച് ഒരു കഥ ഞാൻ സങ്കല്പിച്ചുണ്ടാക്കിയിട്ടുണ്ട്. ഈ നഗരത്തിൽ അവർ സന്തോഷത്തോടെ വാണിട്ടുണ്ടാകണം. വളരെ കാലം, ഒരുപക്ഷെ ഈ നഗരം തന്നെ അവരുടേതായിരുന്നിരിക്കാം. പഴയ യമനിലേക്ക് കടന്നു ചെല്ലുന്ന ആരെയും ആദ്യം വലയം ചെയ്യുക അവിടത്തെ വ്യത്യസ്തമായ ഒച്ചകളും ശബ്ദങ്ങളുമാണ്. കച്ചവടക്കാരുടെ ഒച്ചയും വിളികളും, കാസറ്റുകളിൽ നിന്നുള്ള ചീറ്റലും മൂളലും, ഇടയിൽ നഗ്നപാതരായി നടക്കുന്ന പിച്ചക്കാരുടെ രോദനങ്ങൾ. അപ്പോഴേക്കും കവലയിലിരുന്ന് ഷൂസ് മിനുക്കുന്ന പയ്യന്മാർ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് വിളിക്കുന്നു. കാലുകൾ എത്തിപ്പിടിച്ച് ആവശ്യപ്പെടാതെ തന്നെ ഷൂസുകൾ തുടയ്ക്കാൻ തുടങ്ങുന്നു. ഈ ബഹളത്തിനൊക്കെ മീതയായി വിശ്വാസികളെ പ്രാർത്ഥനയ്ക്ക് സമയമായി എന്നറിയിച്ചുകൊണ്ടുള്ള വാങ്കുവിളി, അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യത്യസ്തമായ മണങ്ങൾ, അവ വേർതിരിച്ച് മനസ്സിലാക്കുക എൻ്റെ ഒരു വിനോദമായിരുന്നു. ജീരകം, കറുവാപ്പട്ട, ഗ്രാമ്പൂ, പലതരം പരിപ്പുകൾ, ഉണക്കമുന്തിരിങ്ങ, എന്തെല്ലാം തരത്തിലുള്ള മണങ്ങളാണ് വഴിയോരത്തെ കടകളിൽ നിന്ന് അലയടിച്ചു വരിക. കടകളിൽ സാധനങ്ങൾ നിരത്തിവച്ചിരിക്കുന്നത് എന്നേക്കാൾ അല്പം ഉയരത്തിലായിരിക്കും. അതൊക്കെ നല്ലവണ്ണം കാണാനായി കാൽവിരലുകൾ അമർത്തി നിന്ന് ഞാൻ എത്തിച്ചു നോക്കാറുണ്ട്. കണ്ണെത്താവുന്നിടത്തോളം ദൂരത്തിൽ കച്ചവട ചരക്കുകൾ കൂമ്പാരം കൂട്ടി വെച്ചിരിക്കുന്ന ആ കാഴ്ച, വെള്ളികെട്ടിയ കഠാരകൾ, ചിത്രവേലകൾ ചെയ്ത് മോടികൂട്ടിയ ഷാളുകൾ, പരവതാനികൾ, പലതരത്തിലുള്ള മധുര പലഹാരങ്ങൾ, മൈലാഞ്ചി, എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ധരിക്കാവുന്ന മനോഹരമായ കൊച്ചുടുപ്പുകൾ, അങ്ങനെ എന്തെല്ലാം. ബാബ അൽ യമനിൽ പോകുമ്പോൾ ചിലപ്പോൾ സിതാരകൾ ധരിച്ച സ്ത്രീകളെ കാണാറുണ്ട്. സിതാര എന്നാൽ അറബി ഭാഷയിൽ തിരശീല എന്നാണ് അർത്ഥം. എന്നാൽ ഈ സിതാര ഭംഗിയിൽ ചിത്രവേലകൾ ചെയ്ത നിറപ്പകിട്ടുള്ള നീണ്ട ഒരു കുപ്പായമാണ്. സ്വന്തം വസ്ത്രങ്ങൾക്ക് മുകളിലായാണ് അവർ സിതാര ധരിക്കുക. അങ്ങനെയുള്ളവരെ ഞാൻ പഴയ നഗരത്തിലെ സ്ത്രീകൾ എന്നാണ് വിളിക്കാറ്. കാരണം സ്ത്രീകൾ സാധാരണയായി പുറത്തിറങ്ങുമ്പോൾ ധരിക്കുന്ന കറുത്ത മൂടുപടത്തേക്കാൾ വളരെ വ്യത്യസ്തമായിരുന്നു വർണ്ണപ്പകിട്ടുള്ള ഈ വേഷവിധാനം. അതണിഞ്ഞു വരുന്നവരെ കണ്ടാൽ ഏതോ വിദൂര കാലത്തു നിന്ന് വന്നെത്തിയവരാണെന്നേ തോന്നൂ. ഒരു ദിവസം ഉച്ചയ്ക്ക് അമ്മായിയോടൊപ്പം ഞാൻ എന്തോ ആവശ്യത്തിന് പഴയ നഗരത്തിൽ ചെന്നു. ആ അത്ഭുത ലോകത്തിലെ കാഴ്ചകൾ കണ്ട് മതിമറന്ന് വഴിതെറ്റി ഞാൻ ഏതോ ആൾക്കൂട്ടത്തിനിടയിലായി. അമ്മായിയുടെ അരികിലേക്ക് തിരിച്ചു ചെല്ലാൻ ശ്രമിച്ചപ്പോൾ എല്ലാ വഴികളും ഇടവഴികളും ഒരുപോലെ. ഇടത്തോട്ടാണോ തിരിയേണ്ടത് അതോ വലത്തോട്ടോ? സ്ഥലമറിയാതെ ഞാൻ അവിടെ തന്നെ കുത്തിയിരുന്ന് കരയാൻ തുടങ്ങി. ശരിക്കും എനിക്ക് വഴി തെറ്റിയിരുന്നു. ഞാൻ ഒറ്റപ്പെട്ടിരുന്നു. ഏതാണ്ട് 2 മണിക്കൂറിന് ശേഷമാണ് അമ്മായിയുടെ പരിചയക്കാരനായ ഒരു വഴിയോര കച്ചവടക്കാരൻ എന്നെ കണ്ടെത്തിയത്. നുജൂദ്, ബുദ്ധിയും ബോധവുമില്ലാത്ത നിന്റെ ഈ പെരുമാറ്റം എന്നാണെന്ന് നിർത്തുക. എൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അമ്മായി ശകാരിച്ചു. ഇതാ ഇവിടെ ഇപ്പോൾ എനിക്ക് വീണ്ടും വഴി തെറ്റിയിരിക്കുന്നു. ഇങ്ങനെ ഒരു ദുർദിനം.
എൻ്റെ വിവാഹപ്പിറ്റേന്ന് ഒരു കാറിനുള്ളിൽ ഞാൻ തിക്കി തിരക്കി ഇരിക്കുകയാണ്. എൻ്റെ ചുറ്റുമുള്ളവർ ഗൗരവത്തിൽ മുഖം കയറ്റിപ്പിടിച്ച് ഒന്നും മിണ്ടാതിരിക്കുന്നു. സുഗന്ധവ്യഞ്ജനങ്ങളുടെ മാസ്മരിക സുഗന്ധം എങ്ങോ പോയിക്കഴിഞ്ഞു. കുട്ടികളെ ഞങ്ങളുടെ കുട്ടകളിലെ മധുരപലഹാരങ്ങൾ രുചിച്ചു നോക്കാൻ അനുവദിക്കുന്ന വഴിവാണിഭക്കാരുടെ അലിവാർന്ന കണ്ണുകളുമില്ല. മുതിർന്നവരുടെ മാത്രമായ ഈ ലോകത്തിൽ എൻ്റെ ജീവിതം പുതിയൊരു വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. അവിടെ സ്വപ്നങ്ങൾക്ക് സ്ഥാനമില്ല. മുഖങ്ങൾ മുഖംമൂടികളായിത്തീരുന്നു. ആർക്കും എന്നെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. നഗരം പിന്നിട്ടു കഴിഞ്ഞപ്പോൾ ദേശീയപാത ഒരു കറുത്ത റിബൺ പോലെയായി. വളഞ്ഞു പുളഞ്ഞ് മലകളും താഴ്വരകളും കയറി ഇറങ്ങി നീണ്ടുപോയി. എനിക്ക് വല്ലാത്ത മനമറിച്ചിൽ അനുഭവപ്പെട്ടു. ഛർദ്ദിക്കാതിരിക്കാനായി പലതവണ തന്നെത്താൻ നുള്ളി നോവിപ്പിച്ചു. വഴിയോരത്ത് കാറ് നിർത്തിച്ച് കുറച്ചുനേരം ശുദ്ധവായു ശ്വസിക്കാനായാൽ അയാളോട് അങ്ങനെ ആവശ്യപ്പെടുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണ്. ഉമിനീർ മെല്ലെ മെല്ലെ ഇറക്കി. ഒച്ച വയ്ക്കാതെ ഞാനിരുന്ന് ഛർദ്ദിക്കാതിരിക്കാനായിരുന്നു എൻ്റെ ശ്രമം. ചുറ്റുമിരിക്കുന്നവരുടെ സാന്നിധ്യം മറക്കാനായി പുറം കാഴ്ചകളിലേക്ക് ഞാൻ ശ്രദ്ധ തിരിച്ചു. കടന്നുപോകുന്ന ഭൂപ്രദേശത്തിൻ്റെ ഏറ്റവും ചെറിയ വിശദാംശങ്ങളിൽ പോലും ശ്രദ്ധ പതിപ്പിച്ചു. കടലിലേക്ക് തള്ളി നിൽക്കുന്ന മുനമ്പുകളിൽ പഴയ കോട്ടകളുടെ അവശിഷ്ടങ്ങൾ അള്ളിപ്പിടിച്ചു കിടക്കുന്നു. ജനാലകളിൽ വെളുത്ത കൊത്തുപണികളോടുകൂടിയ തവിട്ട് നിറത്തിലുള്ള വീടുകൾ. അത് കണ്ടപ്പോൾ ബാബ് അൽ യമൻ ഓർത്തുപോയി. റോഡിന്റെ വശങ്ങളിൽ മുൾച്ചെടികൾ മുറ്റി വളർന്നു നിൽക്കുന്നു. ഉണങ്ങി വരണ്ടു കിടക്കുന്ന മലമ്പാതകൾ, അവിടെവിടെയായി കൃഷിയിടങ്ങളുടെ തുരുത്തുകൾ, പുല്ലുമേഞ്ഞ് നടക്കുന്ന ആടുകളും പശുക്കളും. കൂട്ടത്തിൽ സ്ത്രീകളെയും കണ്ടു. തലയിലെ തട്ടം കൊണ്ട് മുഖം മറച്ചു. വഴിയിൽ വണ്ടി കയറി ചത്തുപോയ 2 പൂച്ചകളെയും കണ്ടുവെന്ന് തോന്നി. ആ കാഴ്ച ഉള്ളിൽ കയറിക്കൂടാതെ ഇരിക്കാൻ ഞാൻ പെട്ടെന്ന് കണ്ണുകൾ അടച്ചു. വീണ്ടും ഞാൻ കണ്ണു തുറന്നപ്പോൾ കാട്ടുചെടികളുടെ ഒരു കടലിന് നടുവിൽ കൂടിയാണ് കാറ് പോയിക്കൊണ്ടിരുന്നത്. ഇടത്തും വലത്തും കണ്ണെത്തും ദൂരം വരെ കാട്ടുചെടികളുടെ പച്ചപ്പ്. മനോഹരമായ കാഴ്ച തന്നെ. കണ്ണിന് കുളിരും ഉന്മേഷവും നൽകുന്ന കാഴ്ച. കാട്ട് നമ്മുടെ ദേശീയ ദുരന്തമാണ്, ഡ്രൈവർ പറഞ്ഞു. ഭൂമിക്കടിയിലെ വെള്ളം മുഴുവൻ അത് വലിച്ചെടുക്കുന്നു. നോക്കിക്കോളൂ, ഒരു ദിവസം ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ കുടിക്കാൻ വെള്ളമില്ലാതെ ദാഹിച്ചു വലയും. ജീവിതം എത്ര വിചിത്രമായതാണ്, ഞാൻ വിചാരിച്ചു. ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണം ചീത്ത ആളുകൾ മാത്രമല്ല. ഇതുപോലെ ഭംഗിയുള്ള പല വസ്തുക്കളും ലോകം ദുഷിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുക വിഷമം തന്നെ. വണ്ടി കുറച്ചുകൂടി മുമ്പോട്ട് പോയി. എൻ്റെ വലത്തുവശത്തായി ഞാൻ തിരിച്ചറിഞ്ഞു കൊക്കോബേൻ. മലയുടെ മുകളിലായി ഒരു പാറക്കെട്ടിനുള്ളിൽ ഒരു ഗ്രാമം. കൊക്കോബേൻ എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. കുട്ടിയായിരുന്നപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അവിടെ പോയത് ഓർമ്മ വന്നു. ഈദ് ആഘോഷിക്കാൻ വേറൊരു ഗ്രാമത്തിലേക്ക് പോകും വഴിയാണ് അവിടെ ചെന്നത്. കൊക്കോബേനിലെ സ്ത്രീകൾ മെലിഞ്ഞ സൗന്ദര്യമുള്ളവരാണത്രേ. കാരണം പുലർച്ചയ്ക്ക് തന്നെ എഴുന്നേറ്റ് അവർ പാടത്ത് പണിക്കിറങ്ങും. താഴത്തേക്ക് ഇറങ്ങാൻ 1 മണിക്കൂർ, മുകളിലേക്ക് കയറിപ്പറ്റാനും 1 മണിക്കൂർ. നല്ല വ്യായാമം തന്നെ. നല്ല ധൈര്യം വേണം. ഇറങ്ങാൻ 1 മണിക്കൂർ, കയറാൻ 1 മണിക്കൂർ, ഇറങ്ങാൻ 1 മണിക്കൂർ, കയറാൻ 1 മണിക്കൂർ. കാറിന്റെ എഞ്ചിൻ വല്ലാതെ മുരണ്ടു. അത് കേട്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നത്. എത്ര നേരം ഞാൻ ഉറങ്ങിയിട്ടുണ്ടാകും? എത്ര മൈലുകൾ യാത്ര ചെയ്തിട്ടുണ്ടാകും? ഒരു രൂപവുമില്ല. ഞങ്ങളുടെ വണ്ടി ഒരു മണൽക്കുഴിയിൽ വീണിരിക്കുന്നു. 1, 2, 3. പിന്നിൽ നിന്ന് 5-6 പേർ കാറിന്റെ ബമ്പറിൽ പിടിച്ച് ബലമായി തള്ളുകയാണ്. കുഴിയിൽ നിന്ന് ഉയരുന്ന പൊടിമണൽ കൊണ്ട് അവിടമാകെ മൂടിയിരിക്കുന്നു. അതിനിടയിലും ഞാൻ വായിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ വന്നുവിട്ടിരിക്കുന്ന ഒരു ഉണങ്ങി വരണ്ട ഗ്രാമത്തിന്റെ പേര് അർജോ. ഞങ്ങൾ ദേശീയപാതയിൽ നിന്ന് വിട്ടുമാറി പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു പാതയിലേക്ക് കടന്നിരുന്നു. അഗാധമായൊരു താഴ്വരയ്ക്ക് തൊട്ടുമുകളിലൂടെ പോകുന്ന ഇടുങ്ങിയ ഒരു മലഞ്ചെരുവിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തിരുന്നത്. കാറ് മുന്നോട്ട് പോകാനാവാതെ നിന്നുപോയിരുന്നു. നിങ്ങൾ തിരിച്ചു പോകുകയാണ് നല്ലത്. ഈ വഴി കൂടുതൽ മോശമാണ് മുന്നോട്ട് പോകുന്തോറും. ഇതിനപ്പുറത്തേക്ക് വണ്ടി പോകുമെന്ന് വിചാരിക്കേണ്ട. ആ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരാളാണ് അത് പറഞ്ഞത്. അയാൾ തലയിൽ ചുവപ്പും വെളുപ്പും കലർന്ന ഒരു തുണി കെട്ടിയിരുന്നു മുഖത്തിന് ചുറ്റുമായി. പക്ഷെ ഞങ്ങൾക്ക് ഖാഡ്ജിയിലെത്തണമല്ലോ, ഡ്രൈവർ ഉറപ്പിച്ചു പറഞ്ഞു. ഈ കാറും കൊണ്ടോ? തമാശ പറയുകയാണോ? ശരി, പക്ഷെ എങ്ങനെ അവിടെ വരെ എത്താൻ? കഴുതപ്പുറത്ത് പോകുകയാണ് ഏറ്റവും നല്ലത്. കഴുതപ്പുറത്തോ? കൂട്ടത്തിൽ സ്ത്രീകളുമുണ്ട്, കണ്ടില്ലേ? അതൊക്കെ വിഷമമാകും.